ൊപ്പം ഡോക്ടർ എൻ അജിത് കുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ അജിത് കുമാർ, പൊതുവെ എല്ലാവരും പറയും നമ്മുടെ ടീമോടെ സെറ്റായിരിക്കുകയാണ്, കുട്ടികളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു, നമ്മൾ ഇത്തവണ നമ്മൾ കലക്കുക തന്നെ ചെയ്യും, കപ്പടിച്ച് നമ്മൾ തിരിച്ചു വരുമെന്നൊക്കെ പറയും, നമ്മൾ കേൾക്കുന്നു. അതിനപ്പുറത്തേക്ക് പൊതുവെ പറയുന്നതാണ് ഇന്നത്തെ ടോസ് നിർണായകമാണ് എന്നുള്ളത്. അങ്ങ് എന്താണ് കരുതുന്നത്? ടോസ് എത്രത്തോളം നിർണായകമാകും ഇന്നത്തെ ഈ മത്സരത്തിൽ? അഹമ്മദാബാദിൽ തീർച്ചയായിട്ടും ടോസ് നിർണായകം തന്നെയാണ്. കാരണം ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകൾക്ക് അവിടെ വലിയ അഡ്വാൻറ്റേജ് പലപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇന്ത്യയുടെ ബോളിംഗ് ഇത്തിരി വളരെ സസ്പെക്ട് ആണ്. നമ്മൾ കഴിഞ്ഞ 2 മാച്ചിൽ നാം കണ്ടു. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടായിട്ടുള്ള മത്സരത്തിൽ 253 റൺ എടുത്തിട്ട് ഒരു 7 റൺസിനാണ് നമ്മൾ വിജയിച്ചത്. അത് തന്നെ കാണാം ഇന്ത്യൻ ബോളിങ്ങിന്റെ. ശരിക്കും ബുംറയെന്ന് നമുക്ക് മാറ്റി നിർത്തിയാൽ 8 ഓവറിൽ 4 ഓവറിൽ ബുംറ കൊടുത്തത് 38 റൺ, ബാക്കി 16 ഓവറിൽ നമ്മൾ കൊടുത്തത് 202 റണ്ണാണ്. 200 റണ്ണാണ് ബാക്കി 4 ബോളേഴ്സ് കൂടി കൊടുത്തത്. അപ്പൊ അത് തന്നെ നമ്മുടെ ബോളിംഗ് സ്ട്രെങ്ത്തിന്റെ ആ ഒരു വീക്ക്നെസ് വളരെ വളരെ ഒബ്വിയസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ നല്ലൊരു സ്കോർ എടുത്താൽ മാത്രമേ നമുക്ക് സാധ്യത കാണുന്നുള്ളൂ. രണ്ടാമതായിട്ട് എനിക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ന്യൂസിലൻഡ് ഒരു സീരീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സീരീസ് നമ്മൾ ആധികാരികമായിട്ട് അവരെ പരാജയപ്പെടുത്തി. അപ്പൊ ന്യൂസിലൻഡ് ഒരു സൈക്കോളജിക്കലി ഇന്ത്യയോട് കളിക്കാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. കാരണം കളിച്ചിരിക്കുന്ന മത്സരം കഴിഞ്ഞ മത്സരം 5 മത്സരങ്ങളിൽ നമ്മൾ 4 അവരെ തോൽപ്പിച്ചതാണ്. അപ്പൊ ആ ഒരു വിജയം തീർച്ചയായിട്ടും ഈ സമയത്ത് ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും തന്നെയാണ് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും. പിന്നെ ടീം മറ്റുള്ളവർക്ക് പറഞ്ഞത് നല്ലൊരു ഫുൾ സെറ്റായി വന്നിരിക്കുന്ന ഒരു ടീമാണ്. 1-2 വീക്ക്നെസ് ഉണ്ട്, അത് നമ്മൾ തോന്നുന്നു അവരിപ്പം ഓവർകം ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്ക് തോന്നുന്നില്ല വരുൺ ചക്രവർത്തിയായിട്ട് കണ്ടിന്യൂ ചെയ്താൽ റിസ്ക് ആയിരിക്കാണ്. വരുണ് ഈ നോക്കൌട്ട് സ്റ്റേജിൽ ഒരു മാച്ചിൽ പോലും കൃത്യമായിട്ട് ബോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. വരുൺ എന്റെ ഫീലിംഗ് വാഷിംഗ്ടൺ സുന്ദറായിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. അദ്ദേഹം വരുണെ റീപ്ലേസ് ചെയ്താൽ ആ ഒരു ചേഞ്ച് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പലരും അഭിഷേകിന്റെ കാര്യം പറയുന്നത് ഞാൻ ഒരിക്കലും അതിന് എതിരാണ്. കാരണം ന്യൂസിലൻഡ് ഏറ്റവും പേടിയുള്ള ബാറ്റ്സ്മാൻ അഭിഷേകാണ്. ഏറ്റവും നന്നായിട്ട് ന്യൂസിലൻഡ് സീരീസിൽ ബാറ്റ് ചെയ്ത് അഭിഷേക്. 2-0 ഉണ്ടെങ്കിലും മറ്റേ 3 ഇന്നിംഗ്സിൽ ഇത്രയും ന്യൂസിലൻഡ് നിലം പരിശാച്ചത് അഭിഷേകാണ്. അപ്പൊ അഭിഷേകിനെ മാറ്റുന്നതിനെ കുറിച്ച് എനിക്ക് എതിർപ്പുണ്ട്. ആകെ ഒരു ചേഞ്ച് എന്റെ എനിക്ക് തോന്നുന്നത് വരുൺ ചക്രവർത്തിക്ക് പകരം വാഷിംഗ്ടൺ സുന്ദറിനെടുത്താൽ ബാറ്റിംഗ് കുറച്ചുകൂടി ബെറ്റർ ആവും. മാത്രമല്ല അദ്ദേഹം ഈ ഏറ്റവും അഡ്വാൻറ്റേജ് വാഷിംഗ്ടൺ സുന്ദറിനെക്കാളും അദ്ദേഹം ഈ പവർ പ്ലേയിൽ വളരെ നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പവർ പ്ലേ ഓവറും നമുക്ക് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഓവറോൾ ഇപ്പൊ നോക്കിയാൽ ഇന്ത്യക്കാണ് ബെറ്റർ ചാൻസസ്. പക്ഷെ എന്ന് ഞാൻ പറഞ്ഞ പോലെ 51-49 ഇൻ ഫേവർ ഓഫ് ഇന്ത്യ എന്ന് ഞാൻ പറയുള്ളൂ. അതിൽ കൂടുതൽ ഈ മത്സരത്തിനെ കുറിച്ച് എനിക്കൊരു പ്രഡിക്ഷൻ ആയിട്ട് പറയാൻ പറ്റില്ല.